KFC പോലുള്ള ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിൽ നിന്ന് നമ്മൾ കടിച്ചു തുപ്പുന്ന എല്ലിൻ കഷ്ണങ്ങൾ മറ്റൊരിടത്ത് മറ്റൊരു സാഹചര്യത്തിൽ വീണ്ടും പാചകം ചെയ്ത് മറ്റൊരു വിഭവമായി ഹോട്ടലുകളിൽ വിൽക്കുകയും ആളുകൾ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാതെ വേറെ വഴിയില്ല. അതാണ് പാക്പക്. ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ മനീല ഓരോ ദിവസവും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് 4 മില്യണോളം പുറന്തള്ളപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ചേരി പ്രദേശമാണ് ഹാപ്പി ലാൻഡ്. ഇവിടെയാണ് ഞാനും ഡാൻബ്രോയും കൂടി പാക്പക് അന്വേഷിച്ചു വന്നത്. രാവിലെ 5 മണിക്ക് മലാത്തയിലെ ഹോട്ടലിൽ നിന്നിറങ്ങി ജീപ്നിയിലും ട്രൈസൈക്കിളിലുമെല്ലാം യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്കും വഴി ചോദിച്ചതിൽ ഭൂരിഭാഗം പേരും അങ്ങോട്ട് പോകരുത്, അത് അപകടമാണ് എന്നാണ് പറഞ്ഞത്. സാമൂഹിക അസമത്വം സൃഷ്ടിച്ചെടുത്തവരും മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളുമടക്കം കുറേ കുറ്റവാളികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണത്രേ ഹാപ്പി ലാൻഡ്. എന്തായാലും ഒരുപാട് അന്വേഷിച്ച് അവസാനം ഞങ്ങൾ ഈ പരിസരത്ത് ഏറ്റവും നന്നായി പാക്പക് വിൽക്കുന്ന നാനായ് മിന്ദ എന്ന അമ്മൂമ്മയുടെ കടയിലെത്തി. അതായത് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കാണാറുണ്ട് പല യാത്രകൾ ചെയ്യുമ്പോഴും. അതിനകത്ത് പലതും നമ്മൾ കഴിക്കാത്ത ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളായിരിക്കും. നമ്മൾ കഴിക്കാത്ത മൃഗങ്ങളെയോ നമ്മൾ കഴിക്കാത്ത പക്ഷികളെയൊക്കെ ആളുകൾ കഴിക്കാറുണ്ട്. നമ്മൾ കഴിക്കാത്ത സാധനം മറ്റുള്ളവർ കഴിക്കുമ്പോഴും അത് ഭക്ഷണം തന്നെയാണ്. അതിനെ ഒരിക്കലും മോശമാക്കിയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പലതരം ഭക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഫുഡ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഫിലിപ്പൈൻസിലെ മനില സിറ്റി എന്നൊക്കെയുള്ള ഈ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളുണ്ടല്ലോ, KFC, അതുപോലെ മക്ഡൊണാൾഡ്സ്, അതുപോലെ ജോലിബി, ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിൽ നിന്നും ആളുകൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അവർ കൊണ്ടുപോയി ഡംപ് ചെയ്യുമല്ലോ. അത് പിന്നെ മുനിസിപ്പാലിറ്റീൻ്റെ ഈ ഗാർബേജ് വാനുകൾ, ലോറികൾ എടുത്തിട്ട് ഈ കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാപ്പി ലാൻഡ്. ഇതിൻ്റെ പുറത്തുള്ള കുറേ ഭാഗങ്ങളിലാണ് ആ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ആ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിൽ നിന്നുള്ള വേസ്റ്റ് ഫുഡ് കളക്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇവർ അത് റീകുക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ പേരാണ് പാക്പക്. അപ്പോൾ അത് സെർവ് ചെയ്യുന്ന ഒരു കടയുടെ മുമ്പിൽ നമ്മളിപ്പോൾ എത്തി. ഇവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓൾറെഡി. കണ്ടോ, റൈസും പിന്നെ പാക്പകുമാണ് കഴിക്കുന്നത്. പാക്പക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് എല്ലുകളായിരിക്കും. വളരെ കുറച്ചാണ് ഇവർ ഇതിനകത്ത് ഇറച്ചി കാണാൻ പറ്റുക. കാരണം നമ്മളൊക്കെ KFCന്നും ഇവിടുന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന സംഭവം ഉണ്ടല്ലോ, മാലിന്യം, അതാണ് കളക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഇവരുടെ ഒരു ഭക്ഷണമാക്കി എടുത്തുള്ളത്. ഇങ്ങനെയുള്ള സാധനം ഇവർ കുറേ പേര് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കേൾക്കുമ്പോൾ കുറേ പേർക്ക് അറപ്പും വെറുപ്പൊക്കെ തോന്നുമായിരിക്കാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ, ഫിലിപ്പീൻസിലേക്ക് വരുമ്പോൾ തന്നെ ഫിലിപ്പീൻസിനെ കുറിച്ച് വായിച്ചപ്പോൾ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഭക്ഷണങ്ങൾ ഇവർക്ക് ഉണ്ട് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാൻബ്രോ ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാൻബ്രോന്റെ ക്യാമറയിൽ പെടാൻ വേണ്ടിയിട്ട് 2-3 ചെക്കന്മാർ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഹലോ. നമുക്ക് ഈ കടേൻ്റെ അകത്തൊന്ന് പോയി നോക്കട്ടോ. ഇതിൻ്റെ അകത്തേക്ക് പോകാന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. എക്സ്ക്യൂസ് മീ മമ്മി, ലെറ്റ് മീ ഗോ ദർ. അകത്തൊക്കെ നല്ല അഴുക്കാണ് കേട്ടോ. ഹായ്, യുവർ ഗുഡ് നെയിം? യാങ്ക. ഓക്കെ. ഈ പുള്ളിക്കാരിയാണ് ഇത് കുക്ക് ചെയ്ത് കേട്ടോ. അവരുടെ അമ്മയോ വല്യമ്മയൊക്കെ ആയിരിക്കും അത്. ഇവിടെ ഒരാൾ കിടന്നിറങ്ങുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ കടയുടെ ഒരു സിറ്റുവേഷൻ. കണ്ടോ? ഓ, അകത്തൊരു പട്ടി ഉണ്ടല്ലോ. ദിസ് ഡോഗ്. They cleaned it. They need to clean it as well, you know. ഓക്കെ, ഇതാണ് കേട്ടോ ആ സംഗതി. അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന വേസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഇതാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഉള്ള വേസ്റ്റ് ആയിരിക്കും ദേ ആ പട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഏറ്റവും ലാസ്റ്റ് അവസ്ഥ നോക്ക്. നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ആ പട്ടികൾ കഴിക്കുന്ന സാധനമാണ് ഇവരിവിടെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറേ എണ്ണത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ചില പീസിനകത്തല്ലേ കുറച്ചെങ്കിലും ഇറച്ചിൻ്റെ പാർട്സ് ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് അവർ കളക്ട് ചെയ്യുന്നുണ്ടാവുക. വെറും എല്ലായിട്ടുള്ളത് കളക്ട് ചെയ്യുന്നുണ്ടാവില്ല. ചില പാക്പക് ഉണ്ടാക്കുന്ന കടകളിൽ ഇവരിത് എല്ലാം ഒഴിവാക്കും കേട്ടോ. അതായത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ല് അതിൽ നിന്ന് മാറ്റിയിട്ട് അതിന് ഇറച്ചികൾ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് ആ ഇറച്ചി മാത്രം
ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മസാലയൊക്കെ കൂട്ടി പിന്നീട് കുക്ക് ചെയ്യുന്നത് ചില കടകളിലുണ്ടെന്ന് പറഞ്ഞു. മനുഷ്യൻ കഴിച്ചതിൻ്റെ ബാക്കി കൂടാതെ അന്നേ ദിവസം ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിലൊക്കെ ബാക്കിയാകുന്ന ചിക്കനോ സോസേജോ മറ്റു ഭക്ഷണങ്ങളോ പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളോ എല്ലാം പക്പക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പെറുക്കിക്കൊണ്ടുവരും. അങ്ങനെ ബാക്കിയായ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ടാണ് പാത്രത്തിൽ കുറച്ചെങ്കിലും ഇറച്ചിയുടെ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. രാത്രി 1 മണി സമയത്തൊക്കെയാണ് എന്താ പറയുക ഇവർ ഇതിന് കളക്ട് ചെയ്യാൻ പോകട്ടോ. ഇതിന് ഏജന്റുമാരുണ്ട്. ഏജന്റുമാർ മീൻസ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിൽ നിന്നുള്ള വേസ്റ്റ് ബാഗുകൾ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് അവർ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ. അതായത് കുറച്ചെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാംസമുള്ള ഇറച്ചിയുള്ള പീസുകൾ അവരവിടുന്ന് ശേഖരിച്ചിട്ട് കവറിലാക്കിയിട്ട് അത് ഇവർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യും. ഇതുപോലുള്ള ചെറിയ കടകളിലേക്ക് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. ഈ കടക്കാർ ഒരു വലിയ ബാഗിന് 200 പെസോ കൊടുത്തിട്ടാണ് അത് വാങ്ങുന്നത്. എന്നിട്ട് ഇവരിത് വെച്ചിട്ട് ഇവർ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യും അതിൽ നിന്ന്. എന്നിട്ട് അത് ക്ലീൻ ചെയ്യും, നന്നായി ക്ലീൻ ചെയ്യും, വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് മസാലയും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് രണ്ടാമത് കുക്ക് ചെയ്യും. അത് കുക്ക് ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ് നമ്മുടെ ഈ ഷോപ്പത്തെ ഈ അമ്മച്ചിയും ഈ അമ്മച്ചിയുടെ മോളും. കണ്ടോ, ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. അമ്മച്ചി പാർസല് പാക്ക് ചെയ്യുന്ന കണ്ടോ ആൾക്കാര്. പ്രീത്തോ പ്രീത്തോ മീൻസ് ഫ്രൈഡ്. ആ ഓക്കെ ഓക്കെ, ഫ്രൈഡ് ഫ്രൈഡ്. ഓക്കെ 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 ഓക്കെ. plastic nito, nene. ആ ഈ കുട്ടി പാർസൽ വന്നാ കേട്ടോ. ഇത് കണ്ടോ പാർസൽ വാങ്ങി പോകണ്ടോ. ഓ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടത് ഈ ഒരൊറ്റ പക്പകാണ്. ഇത് 2 ടൈപ്പ് കുക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ കവറിൽ പാക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, ഇത് ഫ്രൈഡ് ആണ്, ഇത് പൊരിച്ചെടുത്താണ്. ഇത് നമ്മുടെ ഡാൻ ബ്രോ കഴിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഹാഫ് പോർഷൻ റൈസും പിന്നെ പക്പകും വേണം പറഞ്ഞു. ഐ ഡോണ്ട് വാണ്ട്, പ്ലീസ് ബ്രോ, ഐ വിൽ നോട്ട് ട്രൈ. നമ്മള് ഡാൻ ബ്രോ എന്നെ നിർബന്ധിക്കുന്നത് കഴിക്കാൻ നടന്ന തന്നെ. എന്റെ പൊന്നു നോക്കാം. ഇറ്റ്സ് ഇനഫ്. ഓ ഇതിനകത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് പീസ് ഉണ്ടല്ലേ, എന്തോ പറയുന്നത്, അതായത് ചിറകിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് മിക്കവാറും കുറെ കാണുന്നുണ്ട് കേട്ടോ. മിക്കവാറും ആൾക്കാർ അത് കഴിക്കാതെ ഒഴിവാക്കുന്നുണ്ട് തോന്നുന്നു കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ. ഓക്കെ, യു നീഡ് ദ ഫ്രൈഡ് വൺ ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരിവിടെ ചോറ് തീരാനായി, അപ്പോൾ കുറച്ച് ചോറ് വെക്കുകയാണ് അത്രേ. കണ്ടോ, ആ ഇതൊരാൾ പാർസൽ വാങ്ങാൻ വന്നിട്ടുണ്ടോ. ഞാൻ ഇപ്പോൾ ചോദിച്ചാണ് 10 പെസോക്കാണ് കേട്ടോ ഇത്രയും കൊടുക്കുന്നത്. ഒരു കവർ കണ്ടോ, കണ്ടോ ഒരു പാർസൽ കൊണ്ടുപോവാണ്. ഇത്രയും കൊടുക്കുന്നത് 10 പെസോക്കാണ്. അതായത് ഇന്ത്യൻ മണി ഏകദേശം 15 രൂപ. അപ്പം നമ്മുടെ ഡാൻ ബ്രോ കഴിക്കാൻ കേട്ടോ. പുള്ളി തുടങ്ങിയോ? യു ഓൾറെഡി സ്റ്റാർട്ടഡ്? ഹൗ ഇസ് ഇറ്റ്? സമ്മതിച്ചു ബ്രോ, സമ്മതിച്ചു. പുള്ളി ഇതാ കുറച്ച് റൈസ് വാങ്ങിച്ചു, പിന്നെ കുക്ക് ചെയ്ത നമ്മുടെ പക് കുറച്ച് വാങ്ങിച്ചു, വളരെ കുറച്ച്. ഫോർ 5 pesos ദാറ്റ് പക്. ഫോർ ഓൾ 10 peso. കണ്ടോ ഇത്രയും. അപ്പോൾ ഒരു കുറച്ച് പുള്ളി കഴിച്ചു, അതും പിന്നെ ഒരു ഹാഫ് റൈസും കൂടിയും 10 peso ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഈ വില കുറവിൽ ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ സാധനം ഹിറ്റ് ആയിട്ടുണ്ടാവുക. Garlics. Yes. Oh, they are preparing. I think they are preparing next batch. They will cook it like different. വെളുത്തുള്ളി കുറെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞത്. നമ്മുടെ ചേച്ചി ഇതാ അവിടെ വെളുത്തുള്ളി തൊടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും. പുള്ളിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണം. സമ്മതിക്കണം അല്ലേ? കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ കഴിയുന്നവർക്ക് ഇപ്പോൾ ആൾക്കാർ കുറേ പേര് കഴിക്കണ്ടല്ലോ. പക്ഷേ ഇത് കടന്നു വന്ന വഴികളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? It's clean or not, and they told me like you don't mind if it's clean or not. Yeah. No problem. It's delicious, right? Yeah, it's the taste that matters, bro. The taste matters. Only taste matters, right? Oh, you were sure, bro. Huh? You were sure. What? They're preparing already. They're preparing. Yeah. Okay.
അവര് അടുത്ത ബാച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് കാണാം. ഞാനിപ്പോ പോവാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ തീരും. ഓ, ആ കുട്ടി അവിടെ വീണല്ലോ. What happened? ഓ, അപ്പൊ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോ തീരും. അപ്പൊ അടുത്തൊരു ബാച്ച് അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിനകത്തേക്ക് പോകണമെങ്കിലൊക്കെ നല്ല പാടാണ് കേട്ടോ. So you're preparing the next batch, right? Yes. Adobong pagpag. Huh? Pagpag. What is the ingredients you are adding it? Cheese. There are chili, onion, then garlic. This is salt. Okay. Sugar. Oh, പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് Oil. ഓയിൽ ഒഴിക്കുന്നു. സംഭവം നമ്മൾ നേരത്തെ കണ്ടു. അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സംഭവം, അതിനെന്താ പേര് പറയാനറിയില്ല, അവസാനം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായ സമയത്ത് അവര് ഗാർലിക്കും ഉള്ളിയും അതിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ. അതിനുശേഷം മുളക് ആഡ് ചെയ്യുന്നു. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കിവിടെ ശരിക്കും തലയുയർത്തി നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇതിനകത്ത് കണ്ടോ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോയിട്ട് അവിടെ അവർ താമസിക്കുന്നത്. ഓക്കെ, ഓ, ദിസ് ഈസ് പക്പാഗ്. ഇനി ഇതാ അവരെ ഇടാൻ പോവാണ്. ഓക്കെ. അങ്ങനെ പെറുക്കിക്കൊണ്ടുവന്ന, മാലിന്യത്തിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന ചിക്കനെ അവരിതാ കുക്ക് ചെയ്യാൻ കേട്ടോ. സോയാ സോസ്. ഇവരുടെ ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും ആഡ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ സോയാ സോസ്. അതാണ് പ്രധാന സാധനം തോന്നുന്നുണ്ട്. പിന്നെ ഉപ്പിടുന്നു. പിന്നെ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാക്കറ്റ് പഞ്ചസാര ഇടുന്നുണ്ട്. അത് കൊള്ളാം. ഇത് ഈ ചേച്ചിയുടെ ബ്രദറാത്ര കേട്ടോ. പുള്ളിക്ക് വയ്യാത്തോണ്ട് കിടക്കാന്നാ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ പക്പൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മച്ചിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് അമ്മച്ചി. എനർജി ഡ്രിങ്ക്. What's the name? Cobra. Cobra Kai. ഓ, ഇത് കോബ്ര ആണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഫേമസ് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക് ആത്രേ. എല്ലാവരും കുടിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരാളിതാ ചോറും പിന്നെ വേറെന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സപ്ലൈ ചെയ്യുന്ന വേറെ സാധനമാണ് ഫിഷ്. പൊരിച്ച മീനും ചോറും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ പൊരിച്ച മീനും ചോറും. ഗലുങ്കോങ്. ഓക്കെ. എന്താ തിരക്ക് നോക്കിയ ഷോപ്പില്. ഭയങ്കര ബിസിനസ്സാണ്. ഈ വീടുകളൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ എനിക്ക് നമ്മുടെ ധാരാവിൻ്റെ കേട്ടോ ഓർമ്മ വരുന്നത്. ധാരാവിൽ ഇങ്ങനെയാണല്ലോ, ചെറിയ തട്ടുംപുറത്തുള്ള ചെറിയ സ്പേസുകളിലാണ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കുക്കിംഗ് ഏകദേശം തീരാനായി. അതായത് മിക്കവാറും ഒക്കെ ഒരു ബാച്ചാണ് ഇവർ വിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സെയില് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അവർ രണ്ടാമത്തെ ഒരു ബാച്ചും കൂടി. പിന്നെ അത് മാത്രമല്ല അവൈലബിലിറ്റിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ചിലപ്പോൾ ഒന്നും ഒരു ബാച്ച് തന്നെ ചിലപ്പോൾ കിട്ടുള്ളൂ. ഇത്ര ഒറ്റ ബാച്ചിനുള്ള റോ മെറ്റീരിയലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പാത്രമാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലെ സാധനം വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ലാഭം എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. അതായത് ഇത് കളക്ട് ചെയ്യുന്ന ആൾക്ക് 200 രൂപ കൊടുക്കണം. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ചെറിയൊരു ചിലവ് കുക്ക് ചെയ്യാനും വരും. 500 ചില്ലാൻ രൂപയ്ക്ക് ഇത് വിൽക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 300 രൂപ അവർക്ക് ഒരു ദിവസം ലാഭം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 300 രൂപ മീൻസ് 300 പെസോ. 300 പെസോ ആണ് മിക്കവാറും അവരുടെ ഒരു വരുമാനം കേട്ടോ ഇതിന്. പിന്നെ ആ കുറച്ച് ചോറും ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കുന്ന ആ ഒരു സംഭവങ്ങളും കൂടി ഉണ്ടാവും. ഓക്കെ, സലാമത്ത്. ബൈ, താങ്ക് യു. നിലത്ത് കിടക്കുന്ന എന്തെങ്കിലും വസ്തു എടുത്തിട്ട് അതിൽ പറ്റിയ പൊടിയും അഴുക്കും നമ്മൾ കുടഞ്ഞു കളയാറില്ലേ? ആ കുടയൽ ആണ് പാക്പക് എന്ന തഗ്ലോഗ് ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം. മുമ്പ് ബന്ധുവിനൊപ്പം കൊൽക്കത്തയിൽ കഴിഞ്ഞ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വിശപ്പിനെക്കുറിച്ചും ഭക്ഷണത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ധാരണകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുന്നു. ചിലർക്കെങ്കിലും തോന്നും, എന്തിനിവരിത് കഴിക്കുന്നു, വിശപ്പടക്കാൻ ചോറിൻ്റെ കൂടെ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ. പക്ഷേ ഫ്രഷ് വാങ്ങാൻ കാശില്ലാത്തതിന് രുചിയുള്ള ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ഈ മക്കൾക്കും നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ.